ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ എക്സ്റ്റൻഷൻ്റെ എങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം ഞാൻ അതിനകത്ത് ഒരു ഫോം ഫില്ല് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇച്ചിരി ലോങ് ഒരു ഫോമാണ്, ആപ്ലിക്കേഷൻ ഫോം ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ആ ഫോം ഫില്ല് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അതിനകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പം ഇതാണ് ആ ഫോം. ആപ്ലിക്കേഷൻ ടു ചേഞ്ച് കണ്ടീഷൻ, എക്സ്റ്റെൻഡ് മൈ സ്റ്റേ ഓർ റിമൈൻ ഇൻ കാനഡ ആസ് എ സ്റ്റുഡൻറ്റ്. സോ ഇവിടെ ആദ്യത്തെ കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UCI നമ്പറാണ്. ഈ UCI നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റഡി പെർമിറ്റിൻ്റെ അകത്ത് തന്നെ നമുക്കുള്ളതാണ് ഈ UCI നമ്പർ. അത് നമ്മളിവിടെ എൻ്റർ ചെയ്യാം. അതിപ്പോൾ എന്താണോ, ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു നമ്പർ എൻ്റർ ചെയ്തു, അതുപോലെ നമ്മുടെ UCI നമ്പർ എൻ്റർ ചെയ്യാം. പിന്നീട് ഇവിടെ ഏതാണ് ലാംഗ്വേജ് അത് സെലക്ട് ചെയ്യുക, ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ആം അപ്ലൈയിങ് ഫോർ 1 or more ഓഫ് ദി ഫോളോയിങ്. അപ്പം നമുക്ക് ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്. എന്താണോ ഓപ്ഷൻ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യാം. ആദ്യത്തേത് അപ്ലൈ ഫോർ എ സ്റ്റഡി പെർമിറ്റ് ഫോർ ദി ഫസ്റ്റ് ടൈം ഓർ എക്സ്റ്റെൻഡ് മൈ സ്റ്റഡി പെർമിറ്റ്. അപ്പം ഞാൻ അതാണ് സെലക്ട് ചെയ്യുന്നത്, കാരണം എനിക്ക് എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് കൊടുക്കാനുള്ളതാണ്, സ്റ്റഡി പെർമിറ്റിൻ്റെ എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് കൊടുക്കാനുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ. സോ അപ്ലൈ ഫോർ സ്റ്റഡി പെർമിറ്റ് ഫോർ ദി ഫസ്റ്റ് ടൈം ഓർ എക്സ്റ്റെൻഡ് മൈ സ്റ്റഡി പെർമിറ്റ്. അപ്പം ഞാനത് ചൂസ് ചെയ്തു. അടുത്തത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. സോ പേഴ്സണൽ ഡീറ്റെയിൽസിന് അവിടെ നമ്മുടെ ഫുൾ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. സോ ഫാമിലി നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഫാമിലി നെയിം നമ്മുടെ പാസ്പോർട്ടിൽ ഉള്ളതുപോലെ തന്നെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇവിടെ നമ്മുടെ ഗിവൺ നെയിം. സോ ഇവിടെ ഞാനിപ്പോൾ ഫാമിലി നെയിം എഴുതുകയാണ്, ഇവിടെ നമ്മുടെ ഗിവൺ നെയിം എഴുതുകയാണ്. സോ നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാവ് യു എവർ യൂസ്ഡ് എനി അതർ നെയിംസ്, ലൈക്ക് എന്തെങ്കിലും നിക് നെയിം അല്ലെങ്കിൽ മെയ്ഡൻ നെയിം എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് നമ്മളിവിടെ യെസ് ഓർ നോ കൊടുത്തിട്ട് നമ്മൾക്ക് പോകുക. ഇപ്പം ഞാനിവിടെ നോ കൊടുക്കുകയാണ്. സോ യെസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ നെയിം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണോ നെയിം ഉള്ളത് അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ സെക്സ് ഏതാണെന്നുള്ളത് ഫീമെയിൽ ചൂസ് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. സോ ഞാനിപ്പോൾ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യാണ്. സോ അത് കഴിഞ്ഞിട്ട് പ്ലേസ് ഓഫ് ബർത്ത് ആണ് എൻ്റർ ചെയ്യേണ്ടത്. അത് നമ്മൾ എന്താണോ എഴുതി കൊടുക്കുക. അടുത്തത് കൺട്രി ആണ്. കൺട്രി ഇവിടെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഏത് കൺട്രി ആണെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്താലും മതി. അപ്പം നമ്മൾ ഇന്ത്യ ചൂസ് ചെയ്തു. ഓക്കെ, സിറ്റിസൺഷിപ്പിൻ്റെ അവിടെ നമ്മൾ ഏതാണോ നമ്മുടെ സിറ്റിസൺ അത് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി കൺട്രി സെലക്ട് ചെയ്തു, അതുപോലെ സിറ്റിസൻ്റെ സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ ഞാൻ ഇന്ത്യ സെലക്ട് ചെയ്യാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ സിറ്റിസൺഷിപ്പ് ഇന്ത്യ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നിരിക്കുന്നത് കൺട്രി. അപ്പം നമ്മളിപ്പം ഉള്ള കൺട്രി ഏതാണോ അത് കൊടുക്കുക. സ്റ്റാറ്റസ് എന്താണോ, ഇപ്പം ഞാനിവിടെ സ്റ്റുഡൻ്റ് ആണ് സെലക്ട് ചെയ്തത്, കാരണം ഞാനിവിടെ സ്റ്റഡീസിൻ്റെ പേർപ്പസിന് വന്നതായതുകൊണ്ട്. അപ്പോൾ ഇവിടെ ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഇവിടെ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറൻ്റ്ലി ഉള്ള നമ്മുടെ വിസയ്ക്കകത്തുള്ള ഡേറ്റ് ആണ് ഫ്രമും ടൂവും കൊടുക്കേണ്ടത്. അതായത് നമ്മുടെ വിസ ഇപ്പം കറൻ്റ്ലി എന്ന് തൊട്ട് എന്ന് വരെയാണോ അടിച്ചു കിട്ടിയിട്ടുള്ളത് ആ ഡേറ്റ് വേണം ഇവിടെ ഫ്രമും ടൂവും കൊടുക്കാനായിട്ട്. അടുത്തത് previous countries or territories of residence. During the past 5 years, have you lived in any country or territory other than your country? അപ്പം ഞാനിവിടെ നോ കൊടുത്തു. കാരണം നമ്മൾ വേറെ ഏതെങ്കിലും റെസിഡൻസിൽ അല്ലെങ്കിൽ കൺട്രിയിൽ 5 years കൂടുതൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം യെസ് കൊടുത്താൽ മതി. യെസ് ആണെന്നുണ്ടെങ്കിൽ ഏത് കൺട്രി ആണോ അതവിടെ ഫില്ല് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ അടുത്തതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവർ കറൻറ്റ് മാരിറ്റൽ സ്റ്റാറ്റസ്. അപ്പോൾ അവിടെ നമ്മൾ ഏതാണോ സെലക്ട് ചെയ്യാം. അപ്പം ഇവിടെയും ഇത്ര ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാം. സിംഗിൾ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. സോ ഇഫ് യു ഹാവ് മാരീഡ്, അപ്പം അത് മാരീഡ് ആയിട്ടുള്ളവർക്കാണ്. സോ അതെല്ലാം നമുക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഇതെല്ലാം ഓഫീസ് പർപ്പസിനാണ്, അപ്പോൾ അവിടെ നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അടുത്തത് ഹാവ് യു പ്രീവിയസ്ലി ബീൻ മാരീഡ് ഓർ ഇൻ കോമൺ ലോ റിലേഷൻഷിപ്സ്. അവിടെ നമ്മൾ നോ കൊടുക്കുക. അവിടെ എന്താണോ നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാം. എൻ്റേത് വെച്ച് നോക്കുവാണെങ്കിൽ നോ കൊടുക്കുകയാണ്.
അവിടെ യെസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇത്രയും ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണം. അടുത്തത് ലാംഗ്വേജ് ആണ്. മദർ ടങ് ലാംഗ്വേജ് ഏതാണോ സെലക്ട് ചെയ്യുക. സോ മദർ ടങ് നമ്മളിപ്പോൾ മലയാളം സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആർ യു ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ ഇംഗ്ലീഷ് ഓർ ഫ്രഞ്ച്. ഇംഗ്ലീഷ് ഉള്ളവർക്ക് അത് മാത്രം കൊടുക്കാം, രണ്ടും ഉള്ളവർക്ക് ബോത്ത് കൊടുക്കാം, ഫ്രഞ്ച് മാത്രം ഉള്ളവർക്ക് അത് കൊടുക്കാം, ഒന്നുമില്ലെങ്കിൽ നൈദർ കൊടുക്കാം. ഞാൻ ഇംഗ്ലീഷ് കൊടുത്തു. ഓക്കെ, പിന്നെ അടുത്തത് നമ്മളിവിടെ നിന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാവ് യു ടേക്കൺ എ ടെസ്റ്റ് ഫോർ ഡെസിഗ്നേറ്റഡ് ടെസ്റ്റിംഗ് ഏജൻസി ടു ആക്സസ് യുവർ പ്രൊഫഷൻസി ഇൻ ഇംഗ്ലീഷ് ഓർ ഫ്രഞ്ച്. അപ്പോൾ അവിടെ ഞാൻ യെസ് കൊടുത്തു. കാരണം ഇംഗ്ലീഷ് നമുക്കിപ്പം നമ്മൾ IELTS പോലുള്ള എക്സാം ഒക്കെ എഴുതിയിട്ട് വരുമ്പം ഇംഗ്ലീഷിൽ അതിൽ നമ്മൾ ഓൾറെഡി ടെസ്റ്റൊക്കെ എടുത്തിട്ടുള്ളതാണ്. സോ അവിടെ നമ്മൾ യെസ് കൊടുത്തു, കണ്ടിന്യൂ ചെയ്യാണ്. പിന്നെ ഇവിടെ നമ്മൾ പാസ്പോർട്ട് നമ്പർ കൊടുക്കുക, കൺട്രി ഓഫ് ഇഷ്യൂ കൊടുക്കുക, ഇഷ്യൂ ഡേറ്റ് എന്നാണ്, അതിൻ്റെ എക്സ്പയറി ഡേറ്റ്. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ ദിസ് ട്രിപ്പ് വിൽ യു യൂസ് എ പാസ്പോർട്ട് ഇഷ്യൂഡ് ബൈ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് ഇൻ തായ്വാൻ. അപ്പോൾ അവിടെ നമ്മൾ നോ കൊടുക്കുക. പിന്നെ ഫോർ ദിസ് ട്രിപ്പ് വിൽ യു യൂസ് എ നാഷണൽ ഇസ്രേലി പാസ്പോർട്ട്, നോ കൊടുക്കുക. സോ അടുത്തത് നമ്മളിവിടെ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ഐഡൻറ്റിറ്റി ഡോക്യുമെൻ്റ് ആണ്. അവിടെ ഡു യു ഹാവ് എ നാഷണൽ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്, അവിടെ യെസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ പാസ്പോർട്ട് അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിലെ എന്താണോ ഒരു ഐഡൻറ്റിറ്റി കാർഡായിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ആധാർ ഉണ്ടെങ്കിൽ ആധാറിൻ്റെ നമ്പറാണെങ്കിൽ ഇവിടെ കൊടുക്കാം, കൺട്രി കൊടുക്കുക, അതിൻ്റെ ഇഷ്യൂ ഡേറ്റും എക്സ്പയറി ഡേറ്റും കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാം. ഇത് പിന്നെ USPR കാർഡിൻ്റെ ആണ്, അതുള്ളവർക്ക് യെസ് കൊടുത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എൻട്രി ചെയ്യാം. അപ്പോൾ എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ നോ കൊടുക്കും. ഓക്കെ, അടുത്തത് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഡ്രസ്സാണ്. സോ ഇവിടെ കറണ്ട് മെയിലിംഗ് അഡ്രസ്സ് കൊടുക്കുക. അതായത് ഇപ്പം നിങ്ങൾ വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്, പക്ഷെ നിങ്ങളിപ്പോൾ അങ്ങോട്ട് നമ്മുടെ നമുക്ക് പോസ്റ്റൽ വഴി റിസീവ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും കിട്ടാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തോട്ടാണ് വരേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ കറണ്ട് മെയിലിംഗ് അഡ്രസ്സിൻ്റെ അവിടെ കൊടുക്കുന്ന അതിനകത്തായിരിക്കും നമ്മുടെ PO ബോക്സ് വഴി കിട്ടുന്ന സംഭവങ്ങളെല്ലാം വരുന്നത്. അതല്ലെങ്കിൽ നമ്മളിപ്പം ഒരിടത്ത് തന്നെയാണ് താമസിക്കുന്നത്, അവിടോട്ടെല്ലാം PO ബോക്സ് എല്ലാം കിട്ടുമെന്നുണ്ടെങ്കിൽ രണ്ടും സെയിം കൊടുക്കാം. പിന്നെ ഇവിടെ നമ്മുടെ ടെലിഫോൺ നമ്പേഴ്സ് എല്ലാം എൻ്റർ ചെയ്യുക, പ്രൊസീഡ് കൊടുക്കുക, ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്യുക. ഓക്കെ, സോ അടുത്തത് നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മിങ് ഇൻ ടു കാനഡ. അവിടെ നമ്മൾ ഡേറ്റ് ആൻഡ് പ്ലേസ് ഓഫ് ഒറിജിനൽ എൻട്രി ഓഫ് കാനഡ. അപ്പോൾ ഇവിടെ നമ്മളിവിടെ വന്നിറങ്ങിയ ഡേറ്റും നമ്മൾ ഏത് ലൊക്കേഷനിലുള്ള എയർപോർട്ടിലാണോ വന്നത് ആ പ്ലേസും എൻട്രി ചെയ്ത് കൊടുക്കുക. പേർപ്പസ് ഓഫ് കമ്മിങ് ടു കാനഡ, അവിടെ നമ്മൾ എന്തിനാണോ വന്നത് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ സ്റ്റഡി സെലക്ട് ചെയ്തു. പിന്നെ നമ്മളിപ്പം നാട്ടിൽ വല്ലതും പോയിട്ട് വല്ലതും തിരിച്ചു വന്നിട്ട് റീസെൻ്റ് ആയിട്ട് എന്തെങ്കിലും നമ്മൾ കാനഡയിൽ തിരിച്ചു വന്നിട്ടുണ്ടോ, അതായത് ഇപ്പം എന്തെങ്കിലും വിസിറ്റിന് ഇപ്പം നമ്മൾ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റും പിന്നെ എവിടെയാണോ വന്നിറങ്ങിയ പ്ലേസ് എഴുതുക. അതിനോടൊപ്പം ബന്ധപ്പെട്ടതാണ് ഈ താഴത്തെ ഇതും. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഓഫ് ഇൻറ്റൻഡൻറ്റ് സ്റ്റഡി ഇൻ കാനഡ. അപ്പോൾ അവിടെ നമ്മുടെ സ്കൂളിൻ്റെ പേര്, നമ്മുടെ ലെവൽ ഓഫ് സ്റ്റഡി, ഫീൽഡ് ഏതാണോ എല്ലാം നമ്മൾക്ക് ഇവിടെ അതിൻ്റെ സൈഡിലായിട്ടൊരു ഡ്രോപ്പ് ഡൗൺ മെനു ഉണ്ടായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷനും അതിനകത്ത് കാണും. അതെന്താണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്താൽ മതി. പിന്നെ കംപ്ലീറ്റ് അഡ്രസ് ഓഫ് സ്കൂൾ ഇൻ കാനഡ, നമ്മുടെ കോളേജിൻ്റെ അല്ലെങ്കിൽ സ്കൂളിൻ്റെ അഡ്രസ്സ് ഇവിടെ എൻ്റർ ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ഇത് ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അത് നമ്മുടെ DLI നമ്പറാണ്. അത് നമ്മുടെ ഓഫർ ലെറ്ററിൻ്റെ അകത്ത് കാണും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിൻ്റെ അകത്ത് നമ്മുടെ കോളേജിൻ്റെ പേര് എൻ്റർ ചെയ്ത് കൊടുത്താൽ നമുക്ക് DLI നമ്പർ കിട്ടും. പിന്നെ നമ്മുടെ സ്റ്റുഡൻറ്റ് ID, ഡ്യൂറേഷൻ ഓഫ് എക്സ്പെക്റ്റഡ് സ്റ്റഡി, ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് പ്രൊസീഡ് ചെയ്യാം. പിന്നെ ഇവിടെ കോസ്റ്റ് ഓഫ് മൈ സ്റ്റഡീസിൻ്റെ അവിടെ നമ്മുടെ ഫീസ് എത്രയാണോ അത് ഇവിടെ എൻ്റർ ചെയ്യുക. പിന്നെ നമ്മുടെ സ്റ്റേക്ക് എത്രയാണോ എക്സ്പെൻസ് വരുന്നത് ഏകദേശം ഒരു എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്യാം. പിന്നെ ഫണ്ട്സ് അവൈലബിൾ ഫോർ മൈ സ്റ്റേ, അവിടെ നമ്മൾ നമുക്ക് സ്റ്റേക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട്സ് അവൈലബിൾ, അത് ക്യാഡിൻ്റെ രൂപത്തിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഇവിടെ അങ്ങ് എൻ്റർ ചെയ്താൽ മതി. പിന്നെ മൈ എക്സ്പെൻസസ് ഇൻ കാനഡ വിൽ ബി പെയ്ഡ് ബൈ, ഇവിടെ ഡ്രോപ്പ് ഡൗൺ ഉണ്ട്, അവിടെ മൈ സെൽഫ് കൊടുക്കുക, എൻ്റർ ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം. ഇൻ അഡീഷൻ ടു എ സ്റ്റഡി പെർമിറ്റ് ആർ യു ഓൾസോ അപ്ലൈങ് ഫോർ എ വർക്ക് പെർമിറ്റ്. അപ്പം ഞാൻ എൻ്റെ ഇതിനോടൊപ്പം കോപ്പും കൂടെ ഉള്ള കോഴ്സാണ് അപ്പോൾ അടുത്തത് വരുന്നത്. അപ്പം ഞാൻ അവിടെ യെസ് കൊടുത്തു. വാട്ട് ടൈപ്പ് ഓഫ് വർക്ക് പെർമിറ്റ് ആർ യു അപ്ലൈങ് ഫോർ, അവിടെ ആ ഡ്രോപ്പ് ഡൗണിൻ്റെ അകത്ത് തന്നെ ഉണ്ട് കോപ്പ് വർക്ക് പെർമിറ്റ്. പിന്നെ ഇഫ് യു ഹാവ് ബീൻ ഇഷ്യൂഡ് ക്യൂബക് അക്സെപ്റ്റൻസ് സർട്ടിഫിക്കറ്റ്സ് പ്രൊവൈഡ് ദെൻ, അപ്പോൾ അവിടെ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾക്കത് സ്കിപ്പ് ചെയ്യാം.
ഓക്കെ. സോ അടുത്ത നമ്മൾ എഡ്യൂക്കേഷൻ്റെ ഫീൽഡാണ് വരുന്നത്. സോ ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാവ് യു ഹാഡ് എനി പോസ്റ്റ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. സോ അത് നമുക്ക് നാട്ടിലെ ഡീറ്റെയിൽസ്, ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഫസ്റ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് ആ ഡീറ്റെയിൽസും കൂടെ നമുക്ക് എൻ്റർ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഡീറ്റെയിൽസ് ആണെങ്കിലും എൻ്റർ ചെയ്യാം. അത് കൺട്രി ചൂസ് ചെയ്യാം, ടൗൺ അതെല്ലാം സെലക്ട് ചെയ്യാം. പിന്നെ എംപ്ലോയ്മെൻറ്റ് നമുക്ക് നാട്ടിലെ മുതലുള്ളത് വെക്കാം. നാട്ടിലെ മുതലുള്ളത് ഏതൊക്കെയാണോ, എന്ന് മുതൽ എന്ന് വരെയാണ്, ഏത് കമ്പനിയാണ്, എല്ലാം സെലക്ട് ചെയ്യാം. പിന്നെ നമുക്കിപ്പോൾ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും ഡീറ്റെയിൽസ്, ഈ കറണ്ട് ആക്ടിവിറ്റി ഒക്കെ ഒക്കുപേഷൻ്റെ അവിടെ എൻ്റർ ചെയ്യാം. പിന്നെ ഈ പ്രീവിയസ് ആക്ടിവിറ്റിയുടെ അവിടെയാണ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതെല്ലാം കൊടുക്കേണ്ടത്. അതിൻ്റെ ആണെങ്കിലും എല്ലാ ഡീറ്റെയിൽസ് സഹിതം, ഏത് സിറ്റിയാണ്, ഏത് എംപ്ലോയർ ആണ്, കൺട്രി ഏതാണ്, എന്ന് മുതൽ എന്ന് വരെയാണ്, എല്ലാം എൻ്റർ ചെയ്ത് പ്രൊസീഡ് ചെയ്യാം. ഓക്കെ. സോ നമ്മൾ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ആണ്. സോ ഇവിടെ നമുക്ക് ഇത് വായിച്ച് നോക്കിയിട്ട് നമുക്ക് യെസ് ആണോ നോ ആണോ എന്നുള്ളത് കൊടുക്കാം. ഇതിപ്പം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് ആർക്കെങ്കിലും ട്യൂബർക്കുലോസിസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നോ കൊടുത്തു, എല്ലാം നോ. പിന്നെ ഇവിടെ യെസ് കൊടുക്കേണ്ടത് ഹാവ് യു പ്രീവിയസ്ലി അപ്ലൈ ടു എൻ്റർ ഓർ റിമൈൻ ഇൻ കാനഡ. അപ്പം നമ്മൾ നാട്ടിൽ വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്, അപ്പോൾ അവിടെ യെസ് കൊടുത്തു. ബാക്കിയെല്ലാം നമ്മൾ നോ കൊടുത്തു. പ്രൊസീഡ് ചെയ്യാണ്. ഇതും നമ്മൾ നോ കൊടുത്തു. പിന്നെ ഇത് വായിച്ച് നോക്കി നമ്മൾ യെസ് കൊടുക്കുക. ഇവിടെ ആപ്ലിക്കൻറ്റിൻ്റെ പേര് എഴുതുക. പേര് ലൈക്ക് സിഗ്നേച്ചറാണ് അവിടെ വേണ്ടത്. നമ്മളവിടെ കൊടുത്തു. പിന്നെ നമ്മൾ എന്നാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഡേറ്റ് വേണം ഇവിടെ എൻ്റർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ ഇന്നത്തെ ഡേറ്റ് ആണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ ഡേറ്റ് വേണം അവിടെ എൻ്റർ ചെയ്യാൻ. അപ്പോൾ ഞാനൊരു ഡേറ്റ് കൊടുത്തു. പിന്നെ നമ്മളിവിടെ വാലിഡേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ വാലിഡേറ്റ് ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഈ മണ്ടയ്ക്ക് നമ്മളിവിടെ കാണുന്നുണ്ടല്ലോ ഓഫീസ് യൂസ് ഓൺലി, അവിടെ വാലിഡേറ്റഡ് നോ എന്നുള്ളൊരു ഇത് വരുവാണെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഞാൻ ഈ റെഡ് ഓപ്ഷൻസ് കാണിക്കുന്നതെല്ലാം ഞാൻ എന്താ ഒന്നും ടൈപ്പ് ചെയ്യാതെ സ്കിപ്പ് ചെയ്തതാണ്. അപ്പം നിങ്ങളിതെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അറിയാതെ നിങ്ങൾ സ്കിപ്പായി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും നമ്മൾ ഫില്ല് ചെയ്യേണ്ട മാൻഡേറ്ററി ആയിട്ട് ഫില്ല് ചെയ്യേണ്ട കോളംസ് ഫില്ല് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വാലിഡേറ്റഡ് എന്നുള്ളിടത്ത് നോ കാണിക്കും. അതുപോലെ തന്നെ ഈ റെഡ് മാർക്കിങ്സിൽ ഇത് ഹൈലൈറ്റും ചെയ്ത് കാണിക്കും. ആ സമയത്ത് നമുക്കത് ഫില്ല് ചെയ്യാനുള്ളത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതൊന്നും ഞാൻ ഫില്ല് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇതിപ്പം ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ. സോ ഇത് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ നെക്സ്റ്റ് വീഡിയോ വരുന്നിടം വരെ ബൈ.